ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്മോൾ ആർട്ട് ബൈ മാർമയ്ക്ക് ഒരു ബിഗ് ഹായ്. പിന്നെ ശ്രീലക്ഷ്മി എൻ്റെ ക്ലാസ് സ്കൂളിൽ പഠിക്കുന്നതാണ്, എൻ്റെ ക്ലാസ്സിലാണ്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരു ബിഗ് ഹായ്. പിന്നെ തനു ഋതു റോക്സ് ഒരു ബിഗ് ഹായ്. പിന്നെ വനിതയ്ക്കും ഒരു ബിഗ് ഹായ്. അപ്പം പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞത്. അപ്പോൾ യൂട്യൂബ് എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റുലേഷൻസ് ഫോർ 100 സബ്സ്ക്രൈബേഴ്സ്, ഇനിയും മുന്നോട്ട് പോകുക ഒക്കെ പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം ലെങ്തിയാണ്, സോ ഞാൻ കൂടുതൽ പറഞ്ഞ് ലെങ്തി ആക്കില്ല. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ച ഫെവിക്കോളാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 75 ആണ്. ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇതിനും റേറ്റ് 75 തന്നെയായിരുന്നു. ഇനി ഞാൻ സെക്കൻഡ് എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് ഫെവിക്കോളാണ്. ഇതിന് 20 രൂപയാണ്. പിന്നെ ഞാൻ ഒരു കുഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് നേരത്തെ വാങ്ങിച്ചത് തീരാറായി. അപ്പോൾ ഇതിന് 10 രൂപയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബാക്കിയുള്ള ബ്രഷുകൾ. ഇതൊരു പ്രീമിയറിൻ്റെ സിന്തറ്റിക് ഗ്ലൂ ആണ്. ഇതിന് വില 10 രൂപയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഫെവിസ്റ്റിക് ആണ്. ഇതിന് 40 രൂപയാണ് കേട്ടോ ഫെവിസ്റ്റിക്കിന്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു ഫെവി ബോണ്ടാണ്. ഇതിന് വില വന്നിട്ട് 10 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന കത്രികകളും സ്റ്റേപ്ലറും പഞ്ചിങ് മെഷീനും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ബിഗ് സൈസുള്ള കത്രിക. ഇതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല, കത്രികകളുടെ വില ഒന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ സ്റ്റേപ്ലറിൻ്റെയും പഞ്ചിങ് മെഷീനും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടാമതുള്ളത് മീഡിയം സൈസ് ഒരു കത്രികയാണ്. പിന്നെ അടുത്തതുള്ളൊരു കുഞ്ഞു സിസറാണ്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു സ്റ്റേപ്ലർ ഉണ്ട്, കങ്കാരു എന്ന് വെക്കുന്ന ഒരു സ്റ്റേപ്ലർ. പിന്നെ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട്, ഗ്രീൻ കളർ. അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള സിസേഴ്സും പഞ്ചിങ് മെഷീനും സ്റ്റേപ്ലേഴ്സും. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഗ്ലൂഗൺസ് ആണ്. നിങ്ങൾക്ക് കാണാതിരിക്കും, ഇത് എൻ്റെ ഒറ്റ ഗ്ലൂഗണാണ്, ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിനൊരു 40 വാട്ടിൻ്റെ ഗ്ലൂഗണ്ണാണ്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ വയറും ഉണ്ട്. ഇതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല. പിന്നെ എനിക്കൊരു ഇത്രയും കെട്ട് ഗ്ലൂ സ്റ്റിക്സ് ഉണ്ട്. ഇത് വന്നിട്ടൊരു 13 ഗ്ലൂ സ്റ്റിക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. നേരത്തെ വാങ്ങി വെച്ചതാണ്. ഇത്രയും ഗ്ലൂ സ്റ്റിക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് അടുത്ത ഐറ്റം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് എൻ്റെ ടേപ്പുകളൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ സെല്ലോ ടേപ്പാണ്. തീരാറായ പുതിയത് വാങ്ങണം. പിന്നെ ഉള്ളത് 2 ഡബിൾ ടേപ്പാണ്. 30 രൂപയാണ് ചെറുതിന്. ഇതൊന്ന് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ഡബിൾ ടേപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വലിയൊരു ഡബിൾ ടേപ്പാണിത്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു മാസ്കിംഗ് ടേപ്പാണ്. ഇത്രയും ഒരു 20 മീറ്റർ വരുന്ന മാസ്കിംഗ് ടേപ്പ്. ഇതിന് പ്രൈസ് വരുന്നത് 65 ആണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രൈസ് ടാഗ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റിയിടാൻ തോന്നുന്നു. 65 റുപ്പീസാണ് ഇതിന്. ഇവിടെ അടുത്തുനിന്ന് ഒരു മോളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് സെല്ലോ ടേപ്പാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു പഴയൊരു മിക്സർ അപ്പിൽ ഞാൻ ഇങ്ങനത്തെ പിന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ടേപ്സ്. ഇനി നമുക്ക് അടുത്തായിട്ടാണ് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ പെൻസും ഹൈലൈറ്റേഴ്സും ഒക്കെ ഒന്ന് കാണാം. അപ്പം ഇതെൻ്റെ ഗ്ലിറ്റർ പെൻസാണ്. ഒരെണ്ണത്തിന് ഞാൻ നോക്കുന്നില്ല ഗ്ലിറ്റർ പെന്നിൻ്റെ. അപ്പം 10 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള ഗ്ലിറ്റർ കളേഴ്സ് ഒരു യെല്ലോ കളറാണ്, ഗോൾഡൻ. പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു റെഡ്, പിന്നെ ഒരു വയലറ്റും ഉണ്ട്. ഇനി പിന്നെ എൻ്റെ കയ്യിലൊരു ഹൈലൈറ്റർ ഉണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള മാർക്കർ പെൻസ് ആണ് ഇതൊക്കെ. ഇതൊരു ബ്ലൂ, പിങ്ക്, മൊത്തം 12 കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ എക്സ്ട്രാ ഒരു ഗ്രീനും മാർക്കർ ഉണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള മാർക്കേഴ്സ്, പിന്നെ പെൻസും, പിന്നെ ഹൈലൈറ്റേഴ്സും.
നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള പിക്ചർ വാർണിഷാണ്. സ്പ്രേ വാർണിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള പിക്ചർ വാർണിഷ്. ഇനി ഞാൻ എടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള ബീഡ്സ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഞാൻ ഇത് ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ബീഡ്സ് ആണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സീക്വൻസ് ഉണ്ട്. യെല്ലോ കളർ സീക്വൻസ് ആണിത്. പിന്നെ ബ്ലൂ കളറ് ഇതിൽ കൂടുതലുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. പിന്നെ ഞാൻ അല്ലാതെ കിട്ടുന്ന മുത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബീഡ്സ്. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ പെയിൻറ്റ് ബ്രഷസ് ആണ്. റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വേറെ കുറച്ച് ബ്രഷുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ എടുക്കുന്നത് ഫ്ലാറ്റ് ബ്രഷസ് ആണ് എൻ്റെ കയ്യിലുള്ള. അപ്പം ഇത്രയും കുറേ ഫ്ലാറ്റ് ബ്രഷസ് ഉണ്ട്. അപ്പം ഇത് എനിക്ക് വേറൊരു ഡോംസിൻ്റെ കൂടെ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് ഫ്ലാറ്റും റൗണ്ടും കൂടെ കിട്ടിയതാണിത്. പിന്നെ ഞാൻ ഫ്ലാറ്റ് ബ്രഷുകൾ കാണിച്ചു തരാം. ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒക്കെ കാണിച്ചു തന്നാണ്. 10 സൈസും 7 സൈസും 0 സൈസും ഒക്കെ ഉണ്ട്. 1 സൈസാണ് ഫ്ലാറ്റ് ബ്രഷിന് തുടങ്ങുന്നത്. 1 സൈസാണ്. അപ്പോൾ ഇനി ഞാൻ ഇത് ഡോംസിൻ്റെ കൂടെ കിട്ടിയൊരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫ്ലാറ്റ് ബ്രഷുകളാണ്, റൗണ്ട് ബ്രഷുകളാണ്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഇതൊക്കെ പോയതാണ്. ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു വെച്ചേക്കുന്നതാണ്. പിന്നെ വേറൊരു പെയിൻറ്റ് ബ്രഷ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 സൈസ് ബ്രഷാണിത്. പിന്നെ ഇതൊക്കെ ഈ 3 ബ്രഷുകളാണ് എനിക്ക് അല്ലാതെ കിട്ടിയത്. ബാക്കിയെല്ലാം ഞാൻ ഒരുമിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇനി റൗണ്ട് ബ്രഷുകൾ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സ്റ്റാർസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സ്റ്റാർസ് ഇല്ലേ, ഇതുപോലത്തെ സ്റ്റാർസ്, ഇത്രയും ചെറിയ ഇങ്ങനത്തെ സ്റ്റാർസ് ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗ്ലി ഐസ്. പിന്നെ ഞാൻ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് തീരാറായി. ഇനി ഞാൻ ഒരു ഏറ്റവും വലുത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റേത്. ഇനി നമുക്ക് ഞാൻ കുറച്ച് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കാണാം. ഇതൊരു റിബണാണ്. ഞാനൊരു പെർഫ്യൂമിൽ നിന്ന് കളക്ട് ചെയ്ത റിബണാണ്. പെർഫ്യൂമിന് കിട്ടുമല്ലോ റിബൺസൊക്കെ, അങ്ങനെ കളക്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ കുറച്ച് ബട്ടൺസ് കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഒരു കവറിൽ ഒട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അക്രിലിക് കളേഴ്സാണ് നിങ്ങൾക്ക് കാണിക്കാൻ. ഞാൻ ഈ ഒരു ബോക്സിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്ലാസ് കളേഴ്സും 3D ഔട്ട്ലൈനേഴ്സും ഉണ്ട്. ഞാൻ ആദ്യം എൻ്റെ മെറ്റാലിക് കളേഴ്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പേൾ മെറ്റാലിക്, ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് ആണ്. ഇത് സിൽവറാണ്, പേൾ മെറ്റാലിക് സിൽവർ. ഇതിന് ഒരെണ്ണത്തിന് 25 രൂപയാണ്. രണ്ടാമത്തേത് പേൾ മെറ്റാലിക് കോപ്പറാണ്. പേൾ മെറ്റാലിക് കോപ്പർ, ഇതിനും 25 രൂപയാണ്. ഇനി എൻ്റെ ഉള്ള 2 കളേഴ്സ്. പേൾ മെറ്റാലിക് കളർ ഗ്രീൻ ആണ്. ഇതിൻ്റെ വില 25 ആണ്. ഇനി എൻ്റെ ഉള്ളത് പേൾ മെറ്റാലിക് ബ്രോൺസ് ആണ്. ഇതിൻ്റെ വിലയും 25 രൂപയാണ്. ഇനി ഞാൻ നിങ്ങളുടെ എൻ്റെ ഉള്ള ഫെവിക്രിലിൻ്റെ കളേഴ്സ് കാണിക്കാം. ബാക്കി ഡോംസ് ആണ്. ഇത് ഇത്രയുമാണ്. പിന്നെ ഇത്രയുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഉള്ള ഫെവിക്രിലിൻ്റെ കളേഴ്സ്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ഇതിന് 20 രൂപയാണ് വരുന്നത് ഒരെണ്ണത്തിന്. ഡാർക്ക് ബ്ലൂ ആണിത്, ഡാർക്ക് ബ്ലൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ട ഫെവിക്രിലിൻ്റെ റെഡ് ആണ്. ഇതിൻ്റെ വില 20 രൂപയാണ്. ഫെവിക്രിലിൻ്റെ റെഡ്. ഇത് ഫെവിക്രിലിൻ്റെ ഓറഞ്ച് ആണ്. ഇതിൻ്റെ വില 20 രൂപയാണ്. ഇനി ഉള്ളത് ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ വില 20 രൂപയാണ്. പിന്നെ ഉള്ളത് വൈറ്റ് ആണ് ഫെവിക്രിലിൻ്റെ. ഇതിന് 20 രൂപയാണ്. ഇനി നെക്സ്റ്റ് കാണുന്നത് ബാക്കിയുള്ള എൻ്റെ ഡോംസിൻ്റെ കളേഴ്സാണ്. നെക്സ്റ്റ് എൻ്റെ ഉള്ള ഡോംസിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇത്
ബ്രൗൺ കളറാണ് ഡോംസിൻ്റെ. ഇതിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതൊരു സെറ്റായിട്ടാണ് വാങ്ങിയത്. അവിടെ നോക്കി പറയാം. ഇത് റെഡാണ്, ഇത് തീരാറായി. പിന്നെ ഉള്ളത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്, പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്, പിന്നെ ലെമൺ യെല്ലോ ആണിത്, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഇത് തീരാറായി. പിന്നെ ഞാൻ എൻ്റെ വൈറ്റ് ആണ് ഡോംസിൻ്റെ. പിന്നെ ഇത് ഡോംസിൻ്റെ ക്രോം യെല്ലോ. ഇത് കുറേ യെല്ലോസ് ഉണ്ട് കേട്ടോ, ഡാർക്കും വൈറ്റ് ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത്രയാണ് എൻ്റെ ഡോം. പിന്നെ ഒരു കളറും കൂടി ഉണ്ട്, ഇത് ഡാർക്ക് ബ്ലൂ ആണ്, ഇത് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ എല്ലാ ഡോംസിൻ്റെ സെറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഡോംസിൻ്റെ 12 കളേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ 170 രൂപയാണ്. ഞാൻ നേരത്തെ ഒരു ബ്രഷും പിന്നെ അതിൻ്റെ യൂസ് ചെയ്യുന്ന ഒരു ടൂളും കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലൂടെ കിട്ടിയതാണ്. അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. ഡോംസിൻ്റെ ഒരു എല്ലാം ഓർക്കുന്നുണ്ട്. ഞാനിത് ഇച്ചിരി ബോട്ടിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള 3D ഔട്ട്ലൈനേഴ്സ് ആണ്. ഇത് ഫെവിക്രിലിൻ്റെ ആണ്. ഇതിന് ഒന്നിന് 25 രൂപയാണ് കേട്ടോ. ഇത് ഗ്ലിറ്റർ സിൽവർ 3D ഔട്ട്ലൈനർ ആണ്. പിന്നെ ഉള്ളത് ഗ്ലിറ്റർ ബ്ലൂ ആണിത് ഔട്ട്ലൈനർ, 3D ഔട്ട്ലൈനർ. ഇതിനും 25 രൂപയാണ്. പിന്നെ ഒരു ഗ്ലിറ്റർ പിങ്ക് ഉണ്ട്, ഇതിനും 25 രൂപയാണ്. പിന്നെ ഒരു ഗ്ലിറ്റർ ഗോൾഡ് ഉണ്ട്, ഇതിനും 25 രൂപയാണ്. ഇതാണ് എൻ്റെ എല്ലാം 4 ഔട്ട്ലൈനേഴ്സ്. ഇനി നമുക്ക് എൻ്റെ ഗ്ലാസ് കളേഴ്സ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത്. അപ്പം അതിൽ തന്നെ ഒരു ബ്രൗൺ കളർ ഗ്ലാസ് കളറാണിത്, പിന്നെ ബ്ലൂ, പിന്നെ ഉള്ളത് പിങ്ക്, പിന്നെ ഉള്ളത് ഗ്രീന്, പിന്നെ ഉള്ളത് യെല്ലോ, പിന്നെ ഉള്ളത് ലാസ്റ്റ് റെഡാണ്. ഇപ്പം ഇത്രയാണ് എൻ്റെ ഗ്ലാസ് കളേഴ്സ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കിട്ടിയ ബ്ലാക്കും കൂടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ ഇടുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഗ്ലാസ് കളറും, പിന്നെ ഒരു ഇത് ഫിറ്റ് ചെയ്യാനുള്ളതും വരുന്നുണ്ട്. ഇതിന് 20 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണിത്. ഔട്ട്ലൈനറാണ്, ബ്ലാക്ക് ഔട്ട്ലൈനർ സെപ്പറേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന എല്ലാ പാലറ്റ്സ് ആണ്. ഇതിൽ 3 പാലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പാലറ്റ്. ഇതും അൺബോക്സിങ് വീഡിയോ ആ പെയിന്റ് ബ്രഷിൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സുണ്ട്. അപ്പോൾ ഇത് വലിയ പാലറ്റാണ്. ഇതിന് 95 രൂപയാണ് ഇവിടത്തേക്കുന്നത്. പിന്നെ എൻ്റെ ഉള്ളത് ഒമേഗയുടെ വേറൊരു ഇത് ഒമേഗയുടെ ആണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇത് രണ്ടും. ഇത് ഒമേഗയുടെ പാലറ്റിയാണ്. ഇപ്പം ഇതിൻ്റെ വില 28 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ പാലറ്റ്. പിന്നെ ഉള്ളത് ഒരു ചെറിയ 7 രൂപയുടെ പാലറ്റാണ്. ഈ 3 പാലറ്റ്സ് ആണ് എൻ്റെ ഉള്ളത്. ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങൾ കണ്ടുന്ന ടിഷ്യൂ ബോക്സ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ബോക്സ് ആണ് എൻ്റെ ഉള്ളത്. ഇത് കുറേ ഉണ്ട്, ശരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വെച്ചൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊരു ബോട്ടിലാക്കി ഞാൻ ചെയ്യുന്നതായിട്ട്. ഇതാണ്. ഇനി ഞാൻ എടുക്കുന്നത് ഈ ഒരു ഡബയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഈ ഡബ്ബ തുറന്നിട്ടുണ്ട്. ശരി മുറുക്കി അടച്ചേക്കാണ്, അതുകൊണ്ടാണ് തുറക്കാൻ കുറച്ച് പറയട്ടെ. ഇത് എൻ്റെ കയ്യിലുള്ള സാറ്റൻ റിബണാണ്. ആകെയുള്ള ഒറ്റ ഒരെണ്ണുള്ളൂ, പിങ്കാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു സ്പൂണുണ്ട്. പിന്നെ ഒരു ബഡ്സ് ഉണ്ട്, 20 രൂപയാണ് ഇതിന്. 100 ബഡ്സ് കിട്ടാം. 100 ബഡ്സാണ് കേൾക്കുന്നത്. അത് പിന്നെ ഒരു ബുക്ക് മാർക്കാണിത്. നേരത്തെ ഉണ്ടായത് ബുക്ക് മാർക്കാണ്. അപ്പം ഇനി ഞാൻ ഈ ഒരു ബോക്സിൽ ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഒരു 2 സിൽക്ക് ത്രെഡ് ഉണ്ട്. റോസും റെഡും സിൽക്ക് ത്രെഡാണിത്. പിന്നെ എനിക്കൊരു ബാഗ് പോലത്തെ ഒരു സംഭവം, അത് ഞാൻ ആദ്യം കാണിച്ചു തരാം.
അപ്പം ഇതിലുള്ളത് കുറച്ച് ഞാനിത് കുറേ റോസുകളാണ് കേട്ടോ. ഇത് പിങ്ക് ഇച്ചിരി വലുതാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് ഇതിൻ്റെ വേറൊരു സൈസസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനത്തെ റോസുകളാണ്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം ഉള്ളതുണ്ട്. ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ആർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതിൻ്റെ ഇതൊരു ചെറിയൊരു റിബണാണ്. ഇത് വലിയതായിരുന്നു, ഉപയോഗിച്ച് തീർന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാക്കി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഇത് ലേസാണ് കേട്ടോ. ഇങ്ങനത്തെ ഞാനിതൊരു റോളിൽ ചുറ്റി വെച്ചിട്ടുണ്ട്, ഒരു ലേസ്. പിന്നെ ബാക്കിയുള്ള സീക്വൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് പിങ്ക് 2 സീക്വൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ബ്ലൂവും റെഡും ആണ്. പിന്നെ ഒരു ക്രീം കളർ ഉണ്ട്. പിന്നെ ഒരു ഗോൾഡും ഉണ്ട്. ഇനി ഉള്ളത് ലേസ് ആണ്. ഇത് ഇങ്ങനെ റിബൺ ആണ് കേട്ടോ. ഡോട്ട് റിബൺ, പ്ലാസ്റ്റിക് പോലെയാണ്. ഇതാ കാണുന്ന വിശ്വസിക്കുന്നു. ഇതൊരു 1 മിനിറ്റിൽ കാണും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ഇതിലുള്ള യാൺസ് പരിചയപ്പെടാം. തിക്ക് വൂളിൻ്റെ അതാണ്. ഇത് റെഡാണ്. രണ്ട് റെഡ് ഉണ്ട് വൂള്. പിന്നെ 3 ബ്ലാക്ക് യാൺസ് ഉണ്ട്. ഇത് ഒരെണ്ണത്തിന് ഇത് വില എഴുതിയിട്ടുണ്ടോ അറിയില്ല, 10 രൂപയോ തോന്നുന്നു. ഒരു യാണ് 10 രൂപയാണ്, 14 രൂപയാണ്. ഇത് ഒരു മോളിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു മോളുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 14 രൂപയാണ് ഒരെണ്ണത്തിന്. പിന്നെ ബ്ലാക്ക്, പിന്നെ ഒരു ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ക്രാഫ്റ്റ് ആണ്. ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റി. ഇനി ഇത് ഒരു പിങ്ക് ആണ്. പിങ്ക് ഒറ്റ ഉള്ളൂ. പിന്നെ ഓറഞ്ച് ആണ്, ഡാർക്ക് ഗ്രീന്, അത് ഇത്രയുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ചാണ് ഇട്ടിട്ട്. പിന്നെ ഒരു വൈറ്റ്, ഇതും ഒരു വൈറ്റ് ആണ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ബ്രൗൺ ആണ്, 14 രൂപ. ബ്രൗൺ എല്ലാത്തിനും 14 രൂപ കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ എനിക്ക് പേരല്ല, ഞാൻ ഹൈലൈറ്റ് ചെയ്ത കളറാണ്. അപ്പം ഈ ഒരു റെയർ കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇത്രയും യാൺസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു ബോക്സാണ്. ഞാൻ ഇത് കുറേ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഞാൻ ഏതാണ്ട് ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കാം. വേസ്റ്റ് ആയിട്ട് ഇച്ചിരി അതാണ് തീപ്പട്ടി, ഫ്ലവേഴ്സ്, അതുപോലെ മുറിച്ച് കഴിഞ്ഞ് വരുന്ന ഇങ്ങനത്തെ പേപ്പേഴ്സ്, അതൊക്കെയാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ മുമ്പിൽ സ്കെച്ച് പെന്നൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനെൻ്റെ A4 സൈസ് ഷീറ്റുകളും ഫോം ഷീറ്റുകളും സ്റ്റിക്കേഴ്സൊക്കെ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫയല്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് സ്ഥലമില്ലാത്ത കേട്ടോ ഫയൽ വെക്കുന്നത്. ഇതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇതെൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഈ ഒരു ബാഗ് ഞാൻ എൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. 10 രൂപയാണ് ഒരെണ്ണത്തിന്. ഓരോരുത്തർ 10 രൂപയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് വലിയ സ്റ്റാർ സ്റ്റിക്കേഴ്സിലേതാണ്. ഇത് തീരാറായി. ഇതാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റാർ സ്റ്റിക്കർ. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോം ഷീറ്റുകളാണിത്. ഞാൻ കാണിച്ചു തരുന്നത്. പിങ്ക് ഉണ്ട്, 2 പിങ്കും ഗ്രീനും. ഇത് സ്റ്റിക്കർ ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ സാധാ ടൈപ്പാണ്. പിന്നെ വയലറ്റ്, ബ്ലൂ, ഓറഞ്ച്, ഇത്രയും കളേഴ്സാണ് എൻ്റെ ഉള്ളത് ഫോം ഷീറ്റ്. പിന്നെ ഇല്ല എൻ്റെ കളർ പേപ്പേഴ്സ്. പിന്നെ ഒരു സിൽവർ ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കളേഴ്സ്. ഓറഞ്ച്, കുറേ തിക്ക് കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ലൈറ്റ് ഓറഞ്ച്, ഈ കളറ്, പിന്നെ പിങ്ക്, വയലറ്റ്, ഡാർക്ക് പിങ്ക്, ഗ്രീന്, ബ്രൗണ്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിനൊരെണ്ണത്തിന് ഇത് കുറേ ഷീറ്റ്സ്, 100 ഷീറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ് നിയോണിൻ്റെ ഒരു കമ്പനിയുടെ ആണിത്. അപ്പോൾ ഇത് ഞാൻ ഒന്നിച്ച് വാങ്ങിയത്. ഇതിൻ്റെ വില അറിയില്ല, എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തൊരു ഡ്രോയിങ് ജസ്റ്റ് ഒന്ന് എനിക്ക് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു പോസ്റ്റർ മേക്ക് ചെയ്ത കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്ത കുറേ കളേഴ്സാണ് ബാക്കിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാർട്ട് പേപ്പേഴ്സ് കാണിച്ചു തരാം. ഇത്
എൻ്റെ കയ്യിലുള്ള തിക്ക് ഗ്രീനും പിന്നെ ഒരു വയലറ്റുമാണ്. ഇത് ഭയങ്കര വലുതാണ്. പിന്നെ ഒരു ബ്ലാക്കും പിങ്കും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇത് ലാസ്റ്റ് ചാർട്ട് പീസസ്. ഇത് ഒരു ഈ വൈറ്റും ഒരു ലൈറ്റ് ഗ്രീന്, ഒരു യെല്ലോ, ബ്ലാക്ക് പിന്നെ പിങ്ക് ആണ്. ഇത്രയും കളേഴ്സാണുള്ളത്. ഇനിയും അടുത്ത വീഡിയോയിൽ ഇനിയും പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ വരുന്നുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ഇനി പാർട്ട് 2 ഒക്കെ വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അടുത്തൊരു കിടലൻ വീഡിയോ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.